ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഈ ഫൈനൽ അക്കൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ, അതും ഒരു സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട്സിന്റെ പ്രിപ്പറേഷനിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് പഠിക്കാനുണ്ടല്ലോ. ഏകദേശം 10-16 അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റുകളാണ് പലപ്പോഴും നമുക്ക് ഒരു പ്രശ്നമായിട്ട് ഇത് ബാലൻസ് ഷീറ്റ് ടാലി ആകുന്നതിന് തടസ്സമായിട്ടൊക്കെ വരുന്നത്. അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പഠിക്കാം. കൂടുതൽ എണ്ണം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു 2-3 വീഡിയോ ആയിട്ടായിരിക്കും അത് ചെയ്തിടുന്നത്. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഒരുമിച്ച് പറയുന്നില്ല. ഒരു 4-5 അഡ്ജസ്റ്റ്മെന്റ് ഒരു വീഡിയോയിൽ വരുന്ന രൂപത്തിൽ ചെയ്യാം. ഏറ്റവും ആദ്യം ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. അപ്പൊ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് അഡ്ജസ്റ്റ്മെന്റിൽ തരാറുണ്ട്. അതപ്പോ എങ്ങനെ ചെയ്യാം? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ വർഷത്തെ അക്കൗണ്ടിംഗ് പീരീഡിൽ ഇൻഗേർഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്, പക്ഷെ അത് പെയ്ഡ് അല്ല, കൊടുത്തിട്ടില്ല. നമ്മൾ നോക്കി അറിയാൻ പറ്റും. പലപ്പോഴും സാലറി ഒക്കെ ഇപ്പോ ജനുവരി മാസം സാലറി കൊടുക്കുന്നത് ഫെബ്രുവരി മാസമായിരിക്കും. ഫെബ്രുവരി 1-ാം തീയതിയെന്നോ 5-ാം തീയതിയെന്നോ അല്ലെങ്കിൽ 10-ാം തീയതിയോ ആ ഒരു സ്റ്റൈലിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഈ ഫെബ്രുവരി മാസത്തിലാണെങ്കിലും അത് ശരിക്കും ഏത് മാസത്തിലാണ്? അത് ജനുവരിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ എൻഡിൽ 31st മാർച്ചിൽ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ എടുക്കുന്ന നമ്മുടെ എക്സ്പെൻസുകളിൽ സാലറി എന്ന എക്സ്പെൻസിൽ ആ മാർച്ച് മാസത്തെ സാലറി വന്നിട്ടുണ്ടാവില്ല. അപ്പോ ഇതാണ് പിന്നീട് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന രൂപത്തിൽ നമുക്ക് എടുക്കേണ്ടി വരുന്നത്. കാര്യം ഏപ്രിലായിരിക്കും അത് കൊടുക്കേണ്ടി വരുന്നത്. അതുപോലെ റെന്റോ മറ്റേതെങ്കിലും എക്സ്പെൻസോ ഇങ്ങനെ അതാത് മാസം കൊടുക്കാതെ പിന്നീട് കൊടുക്കുകയാണെങ്കിൽ എന്നാണ് കൊടുത്തത് എന്നതല്ല, അത് ഏത് സമയം ഉണ്ടായതാണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരെ അതാത് വർഷത്തെ ഫൈനൽ ഇയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യനിലെല്ലാം തന്നെ ട്രയൽ ബാലൻസിൽ ഈ പറയുന്ന എക്സ്പെൻസുകൾ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ എക്സ്പെൻസുകളൊക്കെ ആക്ച്വലി പെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ഇനി കൊടുക്കാനുള്ളത് അതിൽ കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ കൊടുക്കാനുള്ള കൂടെ ചേരുമ്പോഴേ ഈ വർഷത്തെ യഥാർത്ഥ ചെലവ് ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ആഡ് ചെയ്യണം. ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ എന്ത് ചെയ്യുക? നിലവിൽ ഉണ്ടായേക്കുന്ന എക്സ്പെൻസുകളുടെ കൂടെ കൂട്ടണം. ഇനി അത് കൂടാതെ ഇതൊരു ബാധ്യതയുമാണ് ഈ സ്ഥാപനത്തിന്, അല്ലെ? ആ സമയത്ത്, അതായത് നമ്മൾ 31st മാർച്ചില് ഫൈനൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ബാധ്യതയാണ്. അപ്പൊ ആ ബാധ്യത ആയതുകൊണ്ട് ഇത് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിലും കാണിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതാണ്: ആഡഡ് ടു കറസ്പോണ്ടിങ് എക്സ്പെൻസസ്. കറസ്പോണ്ടിങ് എക്സ്പെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സാലറി ആണെങ്കിൽ സാലറിയുടെ കൂടെ ആഡ് ചെയ്യുക, റെന്റ് ആണെങ്കിൽ റെന്റിന്റെ കൂടെ ആഡ് ചെയ്യുക, വേജസ് ആണെങ്കിൽ വേജസിന്റെ കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ഏതാണോ എക്സ്പെൻസ് അതിന്റെ കൂടെ ആഡ് ചെയ്യുക. ഇനി നിലവിൽ അങ്ങനെ ഒരു എക്സ്പെൻസ് ഒരു പക്ഷെ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഇത് തന്നെ ഒരു ഐറ്റം ആയിട്ട്, അത് ഡയറക്റ്റ് നേച്ചറുള്ള ഐറ്റം ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക, ഇൻഡയറക്റ്റ് നേച്ചറുള്ള ഐറ്റം ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. അതായത് ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാരിയേജ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് തന്നു, നമ്മൾ ചെയ്യേണ്ടത് അത് ക്യാരിയേജിന്റെ കൂടെ ആഡ് ചെയ്യാനാണ്. ട്രയൽ ബാലൻസ് നോക്കിയപ്പോ ക്യാരിയേജ് എന്നൊരു ഐറ്റം ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തിന്റെ കൂടെ ആഡ് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. ആഡ് ചെയ്യാൻ നിൽക്കണ്ട. ഈ ക്യാരിയേജ് ഇൻവേർട്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതി വെച്ചാൽ മതി. ഇനി അതല്ല, ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിലോ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുക. അതായത് ഓൾറെഡി ഉള്ള ഐറ്റം ആണെങ്കിൽ അതിന്റെ കൂടെ കൂട്ടി എഴുതുക, ഇല്ലാത്തതാണെങ്കിൽ പുതിയതായിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. ഇനി ഇതൊരു ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി ആയിട്ടും കാണിക്കാം. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു ഐറ്റം കൂടെ ഉണ്ട്. അതായത് ഒരു പക്ഷേ ഈ ഐറ്റംസ് ട്രയൽ ബാലൻസ് തന്നെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്, എഴുതി കഴിഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞു ഇത് സാധാരണഗതിയിൽ എടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ് തരുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അത് തരുന്നത് ട്രയൽ ബാലൻസിൽ തന്നെയാണ്. അതായത് അത് ഓൾറെഡി നമ്മൾ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞ സാധനമാണ്. അപ്പൊ ഇനിയിപ്പോ അതിന്റെ നേച്ചർ മാത്രം നോക്കിയാൽ മതി. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതൊരു ലയബിലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ട്രയൽ ബാലൻസിൽ തന്നെ ഇത് തന്നിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി ആയിട്ട് മാത്രം കാണിച്ചാൽ മതി. ഓൾറെഡി അക്കൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ ഓൾറെഡി കറസ്പോണ്ടിങ് എക്സ്പെൻസിലൂടെ ആഡഡ് ആണ്. അപ്പൊ ഇനിയും നമ്മൾ ആഡ് ചെയ്യണ്ട. നമ്മുടെ ട്രയൽ ബാലൻസ് ഇപ്പൊ തന്നേക്കുന്ന സാലറിയുടെ കൂടെ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും കൂടെ കാണിക്കുക? ലയബിലിറ്റി ആയിട്ട് കൂടെ കാണിക്കുക. ഇനി രണ്ടാമതായിട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രീപെയ്ഡ്
പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി കൊടുത്തേക്കുന്നത്. അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാറുണ്ട്. സാലറി ആണോ കമ്മീഷനോ അല്ലെങ്കിൽ റെന്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നേരത്തെ കൊടുക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ചിലതൊക്കെ ഈ പറയും പോലെ ഓരോരുത്തരെ ബുക്ക് ചെയ്യാൻ പറ്റായിരിക്കും. ഇപ്പൊ സാധാരണ പ്രാക്ടീസിലൊക്കെ നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഏതെങ്കിലും ഒരു വർക്ക് നമുക്കിപ്പോ മെയ് മാസത്തിൽ ചെയ്യണം, അതിന് ഇപ്പോഴേ ആളെ ബുക്ക് ചെയ്താലേ വരൂ എന്ന അവസ്ഥയാണെങ്കിൽ അവരെ നേരത്തെ പോയി കണ്ട് അവർക്കൊരു അഡ്വാൻസ് എമൗണ്ട് കൊടുത്തിട്ടൊക്കെ നിർത്തും. അങ്ങനെ കൊടുക്കുന്ന എമൗണ്ട് അതാണ് പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഒക്കെ നോക്കിയിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പൈസ കൊടുക്കാം. ഇപ്പോ മാർച്ച് മാസത്തിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏപ്രിൽ വിഷു ആണെന്നറിയാം, അപ്പൊ വിഷുവിനനുസരിച്ചുള്ള ചെലവുണ്ടാവും. അതുപോലെ ഈസ്റ്ററും ഉണ്ട്. അങ്ങനെ ഫെസ്റ്റിവൽ ഒക്കെ നോക്കിയിട്ട് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് എമൗണ്ട് കൊടുത്താൽ, മാർച്ചിൽ തന്നെ കുറച്ച് എമൗണ്ട് കൊടുത്താൽ, അത് ശരിക്കും ഏപ്രിലിൽ കൊടുക്കേണ്ട ഫിഗറാണ്, അത് ഇപ്പോഴേ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിഗർ എന്താണ്? അതാണ് പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തത് മാർച്ചിലാണെങ്കിൽ കൂടിയും ആ ഫിനാൻഷ്യൽ ഇയറിലെ എക്സ്പെൻസ് അല്ല. പക്ഷെ ട്രയൽ ബാലൻസിൽ അത് അടക്കമായിരിക്കാം തന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യും? ഇവിടെ എഴുതുമ്പോൾ കറസ്പോണ്ടിങ് എക്സ്പെൻസസിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പോ ലെസ് ഫ്രം കറസ്പോണ്ടിങ് എക്സ്പെൻസസ്. ഇനി അതോടൊപ്പം ആലോചിക്കുക, ഈ മുൻകൂട്ടി അപ്പൊ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല? ബാധ്യതയല്ല, അതൊരു അസറ്റ് ആണ്. ഇങ്ങനെ അഡ്വാൻസ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിട്ട് തന്നെയാണ്, അല്ലെ? ചിലപ്പോ ഒരാളെയൊക്കെ നമ്മളൊരു ഇപ്പൊ പാചകക്കാരനെ ബുക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അഡ്വാൻസ് കൊടുക്കുന്നു. അത് ശരിക്കും എന്തായി? ഒരു അസറ്റ് ആയിട്ട് നമുക്ക് അദ്ദേഹം വന്ന് അത് ഉറപ്പായിട്ടും ചെയ്തോളും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഒരാൾക്ക് ക്യാഷ് കൊടുത്ത് അവിടെ നേരത്തെ തന്നെ നമ്മൾ അവകാശം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതൊരു അസറ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് അസറ്റ് ആയിട്ട് എഴുതി. ഇതിന്റെ ട്രയൽ ബാലൻസിലാണ് തരുന്നത് എങ്കിൽ ഉള്ള ട്രീറ്റ്മെന്റ് എന്താ? അസറ്റ് ആയിട്ട് തന്നെ എഴുതിയാൽ മതി. കാര്യം എന്താ? ഇത് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്, അതായത് മൈനസ് ചെയ്തിട്ടുള്ളത് ആണ്. ഇനി അപ്പൊ അത് എന്താണ് സ്വഭാവം എന്ന് നോക്കിയിട്ട് നമ്മൾ എക്സ്പെൻസ് ആണോ ഇൻകം ആണോ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ നോക്കിയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് മാത്രം മതി. അപ്പൊ അതുകൊണ്ടാണ് അത് അസറ്റ് ആണ് ശരിക്കും. അപ്പൊ ആ അസറ്റ് ആയിട്ട് തന്നെ എഴുതാം. പിന്നെ ഇനി ഇൻകത്തിന്റെ കാറ്റഗറിയിലേക്ക് പോകാലോ. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് നമുക്ക് കിട്ടേണ്ട ഇൻകം നേരത്തെ കിട്ടുക, ആ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതാണ് ഇപ്പൊ ഈ പറഞ്ഞേക്കുന്നത്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി കിട്ടുക. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ അതിന് മുമ്പേ തന്നെ എന്ത് ചെയ്തു? നമുക്ക് ഈ പൈസ കിട്ടി. അതായത് ഇപ്പോ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൽ പറഞ്ഞ പോലെ ഒരാൾക്ക് നേരത്തെ തന്നെ കാശ് കൊടുത്ത് അയാൾ ബുക്ക് ചെയ്തു. അത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു അസറ്റ് ആണ്, നമ്മുടെ ഈ വർഷത്തെ ചെലവിൽ പെടില്ല എന്ന് പറയുന്നു. അതേസമയം മേടിച്ചവരെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയേ, അത് അയാൾക്ക് നേരത്തെ കിട്ടിയ ക്യാഷാണ്. നമുക്കും ഇങ്ങനെ ഉണ്ടാകാം. നമ്മൾ ചെയ്യേണ്ട ബിസിനസ്സിൽ നമ്മളെ വന്ന് ആരെങ്കിലും ബുക്ക് ചെയ്യുന്നു, അപ്പൊ ബുക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് തരുന്നു. അങ്ങനെ മുൻകൂട്ടി നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും ഒരു ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. കാര്യം നമ്മൾ അഡ്വാൻസ് കാശ് കൈപ്പറ്റിയാൽ അതെന്തായി? ബാധ്യത. ഇനിയിപ്പോ നമ്മളത് പോയി ചെയ്യണം. അപ്പൊ ഇതൊരു ലയബിലിറ്റിയാണ്. അതോടൊപ്പം തന്നെ അത് ഈ വർഷത്തെ ഇൻകത്തിൽ പെടുന്നുമില്ല. അടുത്ത വർഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയുടെ കൂലി ഇന്നേ കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ അത് എന്താണ് സംഭവം? ഈ വർഷത്തെ ഇൻകത്തിൽ പെടില്ല. ഈ വർഷത്തെ ഇൻകത്തിൽ പെടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ എന്തായിരിക്കണം? നിലവിലെ ഇൻകത്തിൽ നിന്ന് കറസ്പോണ്ടിങ് ഇൻകം, ആ കറസ്പോണ്ടിങ് ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യുക. അതോടൊപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബാധ്യതയാണ്. അപ്പൊ ഇത് ലയബിലിറ്റി. അപ്പൊ ലയബിലിറ്റി ആയിട്ട് തന്നെ എഴുതിയിട്ട് ഇത് ട്രയൽ ബാലൻസിലേക്ക് പോയാൽ ഇതേ സ്റ്റൈൽ തന്നെ, അതായത് ഓൾറെഡി അഡ്ജസ്റ്റഡ് ഐറ്റം ആണ്. പിന്നെ അതിന്റെ സ്വഭാവം മാത്രം നോക്കിയാൽ മതി, അതായത് ലയബിലിറ്റി ആയിട്ട് മാത്രം കാണിച്ചാൽ. അപ്പൊ ട്രയൽ ബാലൻസിലാണ് ഇതേ സാധനം തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നേരെ ലയബിലിറ്റി. സാലറി പ്രീപെയ്ഡ് എന്നൊക്കെ പറഞ്ഞപ്പോ ചെയ്തതുപോലെ ഇതിപ്പോ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അത് അതാത് എക്സ്പെൻസിൽ നിന്ന് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതൊരു ബാധ്യത ആയതുകൊണ്ട് ലയബിലിറ്റി എന്ന രൂപത്തിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അക്രൂഡ് ഇൻകം, അതായത് ഇൻകം റിസീവബിൾ, കിട്ടാനുള്ള നമ്മുടെ ഇൻകം. അതായത് നമ്മൾ പണി ചെയ്തു പക്ഷെ ഇതുവരെ പൈസ കിട്ടിയില്ല, അതിനെയാണ് എന്ത് പറയുന്നത്? അക്രൂഡ് ഇൻകം. അപ്പോ നമ്മൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഏത് അക്കൗണ്ടിങ് ഇയറിലാണോ ഈ എമൗണ്ട് കിട്ടാൻ പാകത്തിനുള്ള സർവീസ് നമ്മൾ ചെയ്തത് ആ പീരീഡിൽ ഇൻകം ആയിട്ട് വേണം അത് ട്രീറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ വരുമ്പോ അക്രൂഡ് ഇൻകം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക?
നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് കറസ്പോണ്ടിങ് എക്സ്പെൻസിന്റെ അല്ല ഇൻകത്തിന്റെ കൂടെ അത് ആഡ് ചെയ്യണം. ഏതാണോ ആ ഇൻകം അതിന്റെ കൂടെ ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ കിട്ടാനുള്ള എമൗണ്ട് ആയതുകൊണ്ട് നമുക്കിത് കിട്ടാനുണ്ട്, അതുകൊണ്ട് അത് എന്താണ്, ഒരു അസറ്റ് ആണ്. അങ്ങനെ നമുക്ക് എഴുതാം. ഇനി ട്രയൽ ബാലൻസിലാണെങ്കിലോ കഴിഞ്ഞതൊക്കെ ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എഴുതേണ്ടി വരാറുള്ളൂ അല്ലെ. അത് ഇത് തന്നെയാണ്, എന്താണ്, അസറ്റ് ആണ് എന്നുള്ള കാര്യമാണ്. അപ്പൊ അസറ്റ് ആയിട്ട് അവിടെ എഴുതിയിട്ട് ഇവിടെ കൊണ്ട് അതിന്റെ കാര്യം കഴിയും. ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞേക്കാം, ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റുകൾക്ക് ഉണ്ടാകുന്ന വാല്യൂവിലുണ്ടാകുന്ന ഒരു കുറവിനെയാണ് പറയുന്നത്. സാധാരണ പറയുമ്പോൾ തേയ്മാനം എന്ന് പറയും, പക്ഷെ എല്ലാ ഫിക്സഡ് അസറ്റിനും ഇങ്ങനെ തേയ്മാനമല്ല, അതുകൊണ്ടാണ് വാല്യൂവിലുള്ള കുറവ് എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മെഷീനറി ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് വർക്ക് ചെയ്യുന്നതനുസരിച്ച് പാർട്സിനൊക്കെ തേയ്മാനം ഉണ്ടാവും, അതനുസരിച്ചുള്ള വാല്യൂ കുറവുണ്ടാവും. എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ കൃത്യമായ ഒരു തേയ്മാനം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ ഒരു വർഷം യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ വാല്യൂവിൽ ഉണ്ടാകാവുന്ന ബുക്ക് വാല്യൂവിൽ ഉണ്ടാകാവുന്ന ഒരു കുറവ്, അത് നമ്മൾ ഏകദേശം ഒരു വാല്യൂ എടുക്കുന്നു, അത്രേ ഉള്ളൂ. ചില സ്ഥാപനങ്ങൾ 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറയും, ചിലത് 5% ചെയ്യാൻ പറയും. പല സ്ഥാപനങ്ങളും പല പല രീതിയിലാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവാണ് എന്തെന്ന് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ തന്നു കഴിഞ്ഞാൽ ഇത് എക്സ്പെൻസ് ആയിട്ട് തന്നെ എഴുതണം. അതായത് കറക്റ്റ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതാണ് കറക്റ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അത് കൂടാതെ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതാത് അസറ്റിൽ ഉണ്ടാകുന്ന കുറവാണ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോ ആ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ ഡിഡക്റ്റഡ് ഫ്രം കറസ്പോണ്ടിങ് അസറ്റ്, ഏത് അസറ്റ് ആണോ ഉള്ളത്, ഇപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ മെഷീനറി ആണെങ്കിൽ എല്ലാത്തിനും ഏത് അസറ്റ് ആണോ നമുക്കിപ്പോ ഡിപ്രീസിയേഷൻ ചെയ്യേണ്ടത്, തന്ന ഡിപ്രീസിയേഷൻ വാല്യൂ ആ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസ് തരാം. ട്രയൽ ബാലൻസ് തന്നു പറഞ്ഞാൽ ഇത് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്. ഓൾറെഡി അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യണമെന്ന് അറിയാവോ, ഡിപ്രീസിയേഷൻ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇതാണല്ലോ രണ്ട് ട്രീറ്റ്മെന്റ്. അപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇപ്പൊ നമ്മൾ വരക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പൊ ചെയ്തത് എന്തായിരിക്കും, അസറ്റിൽ നിന്ന് മൈനസ് ചെയ്തത് അക്കാര്യം ചെയ്ത് കാണും. അപ്പൊ അസറ്റിൽ നിന്ന് ഇത് ഓൾറെഡി മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് മാത്രം ചെയ്താൽ മതി. അപ്പൊ ഇത്രയുള്ള കാര്യം. ഇത് എന്ത് ചെയ്യണം, ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക മാത്രമാണ് എവിടെ വന്നാൽ, ട്രയൽ ബാലൻസിൽ വന്നാൽ ചെയ്യേണ്ടത്. അതല്ലാതെ അതാത് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞ ആ ട്രീറ്റ്മെന്റ് വേണം. മനസ്സിലായല്ലോ. അപ്പൊ ഇനി ബാക്കി കുറച്ച് അഡ്ജസ്റ്റ്മെന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോ യൂട്യൂബ് ചാനൽ കാണുക, അതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗട്ടുകളൊക്കെ ചോദിക്കുക. ഓക്കെ.